ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെയുണ്ട് എന്നുള്ളതാണ് സംശയം. MLA ഓഫീസ് പരിസരത്ത് വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി ഇക്ബാലുണ്ട്. ഇക്ബാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ പോലീസ് കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് MLA ഓഫീസിനടുത്ത് വെച്ചാണ്. അതായത് കണ്ണാടിയിൽ പ്രചരണത്തിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ റിപ്പോർട്ടിലൂടെ ഈ വാർത്ത പുറത്തു വന്ന നിമിഷം പാലക്കാട് എത്തുകയും അവിടെ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ പാലക്കാട് എവിടെയോ രാഹുൽ ഒളിവിൽ കഴിയുന്നുണ്ട് എന്നാണോ പോലീസിന്റെ സംശയം, ഇക്ബാൽ? അരുൺകുമാർ, ഇപ്പോൾ ഏതായാലും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് ഇന്നലെ വൈകിട്ടോടുകൂടി രാഹുൽ ഈ കണ്ണാടിയിലെ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് വേണ്ടി ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു. നേരെ കണ്ണാടിയിലേക്ക് പോകുന്ന വഴിയാണ് ഇത്തരത്തിൽ ഈ യുവതി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി എന്ന വാർത്ത രാഹുൽ അറിയുന്നത്, അല്ലെങ്കിൽ രാഹുലിന്റെ ഒപ്പമുള്ളവർ അറിയുന്നത്. നേരെ കണ്ണാടിയിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ രാഹുൽ തിരിച്ച് പാലക്കാട് നഗരത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. പിന്നീട് MLA ഓഫീസ് പരിസരത്ത് വെച്ച ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷമാണ് രാഹുൽ ഈ മേഖലയിൽ നിന്നും മാറിയിട്ടുള്ളത്. ഏകദേശം 5:30 മണിയാകുമ്പോഴേക്കും രാഹുൽ പാലക്കാട് ടൗണിൽ നിന്ന് പിന്നീട് മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ രാഹുലിന്റെ ഫോണ് അത് MLA ഓഫീസ് പരിസരത്ത് വരെ എത്തിയിരുന്നു. അവിടെയുള്ള ഒരു ടവർ ലൊക്കേഷനിലാണ് രാഹുലിന്റെ ഫോണ് അവസാനമായി ഉപയോഗിച്ചതായി കാണുന്നത്. ഏതായാലും ഏറ്റവും ഒടുവിൽ രാഹുൽ മോഷണം നടത്തിയിട്ടുള്ള ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് കടക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഈ വിവരം അറിയുന്നത് ഏകദേശം 5 മണിയോടുകൂടി തന്നെയാണ് രാഹുൽ നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് 4:50 കൂടിയാണ്. ഇതിനുശേഷം പിന്നീട് കണ്ണാടിയിലേക്കുള്ള ഈ യാത്ര ഉപേക്ഷിച്ച് പിന്നീട് രാഹുൽ നേരെ പാലക്കാട് ടൗണിലേക്ക് തന്നെ തിരിച്ചെത്തുകയും പിന്നീട് ആരൊക്കെയോ ഈ ഫോണിൽ സംസാരിച്ചതിന് ശേഷം 5 മണിയോട് അടുക്കുമ്പോൾ തന്നെ ഈ ഫോണ് പിന്നീട് നിശ്ചലമാവുന്നു, ഫോണ് സ്വിച്ച് ഓഫ് ആവുന്നു. അത് ഈ പാലക്കാട് ടൗണിൽ വെച്ചാണ് MLA ഓഫീസിന് ഏകദേശം മീറ്ററുകൾ മാത്രം ദൂരത്ത് വെച്ചാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത്. പിന്നീട് രാഹുലിനെ കുറിച്ചോ അല്ലെങ്കിൽ കൂടെയുള്ള സഹായികളെ കുറിച്ചോ ആർക്കും തന്നെ ഒരു വിവരമില്ലാത്ത സ്ഥിതിയിലേക്ക് മാറുന്നു. ഇതിൽ രാഹുലിന്റെ സഹായികളിൽ ഒരാളുടെ ഫോൺ നമ്പർ മാത്രം വൈകിട്ട് 6:45 വീണ്ടും സ്വിച്ച് ഓൺ ആവുന്നുണ്ട്. അത് പിന്നീട് നിമിഷങ്ങൾക്കകം തന്നെ ആ നമ്പർ വീണ്ടും സ്വിച്ച് ഓഫ് ആവുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഏറ്റവും ഒടുവിൽ ആരൊക്കെ വിളിച്ചു എന്ന് പരിശോധിക്കുന്നു പോലീസ്. പിന്നീട് ആ നമ്പറുകൾ കേന്ദ്രീകരിച്ചു കൂടി ഒരു അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ തേടുക. രാഹുലിനെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. രാഹുൽ ഇപ്പോഴും ഒളിവിലാണ്. രാഹുലും രാഹുലിന്റെ സുഹൃത്തും ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുലിന്റെ സുഹൃത്തായ ജോബിയും ഇപ്പോൾ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു. ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 2 കേസുകളിലും പരമാവധി ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പെൺകുട്ടി കൊടുത്ത മൊഴിയിൽ സമാനമായ അനുഭവമുള്ള മറ്റു പെൺകുട്ടികളെ തനിക്കറിയാമെന്നൊരു മൊഴി കൂടിയുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നു.